ഫുഡ് ക്രേവിങ്സ് വന്നാൽ എന്താ ചെയ്യുക അല്ലേ? ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ വിട്ടു പെരിന്തൽമണ്ണയിലേക്ക്. എല്ലാവർക്കും ബർഗർ കഴിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും ഒറ്റ മൈൻഡിൽ നേരെ വിട്ടത് പെരിന്തൽമണ്ണയിലുള്ള നല്ലൊരു ബർഗർ സ്പോട്ടായിട്ടുള്ള റെഡ് ഷെഫിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണുമ്പം തന്നെ അറിയാം. ആ ചീസിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാണ് ഓരോ പീസസ് ഉള്ളത് അല്ലേ. എന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഗ്രിൽഡ് ബർഗറായിരുന്നു കേട്ടോ. അന്ന് അവിടെ ഗ്രിൽഡ് ബർഗറിന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ചീസിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അലിഞ്ഞു പോകുന്ന, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ്. എന്നാൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു മീലും ഒരു ഡിന്നറും കൂടെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചീസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് നമുക്ക് തരിക കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. നിങ്ങളൊരു ബർഗർ ലവർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്. ഹൈലി റെക്കമെൻഡഡ് ആണ് കേട്ടോ. പിന്നെ ഇത് ഷോപ്പ് വരുന്നത് നെസ്റ്റോയുടെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് കേട്ടോ, പെരിന്തൽമണ്ണ നെസ്റ്റോയുടെ. ഓക്കെ, ഇവിടേക്ക് വരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് മുന്നേ വിളിച്ച് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അത്യാവശ്യം ഡൈനിങ് ഏരിയ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഞങ്ങൾ എത്രത്തോളം ടേസ്റ്റുള്ള ഐറ്റാണെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുന്നത് മെമ്മറൈസിലേക്കാണ് കേട്ടോ. മെമ്മറൈസിലുള്ള ഓരോ ഐസും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒന്നിനോടൊന്നും മെച്ചെന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. എല്ലാവർക്കും അവരവരുടെ ടേസ്റ്റാണ്, അവരവരെടുത്ത ഫ്ലേവേഴ്സാണ് ഇഷ്ടം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഏത് ഫ്ലേവറിനാണ് കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ. എനിക്കിഷ്ടമായത് ആൽമണ്ട് ആയിരുന്നു. പിന്നെ കൂടുതൽ ടേസ്റ്റ് കോഫിക്കാണെന്ന് പറയുന്ന ഒരു പക്ഷം കൂടെ ഞങ്ങൾ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞതിന് ശേഷം ഞങ്ങൾ പെരിന്തൽമണ്ണ വിട്ടു കുറച്ച് നേരത്തിന് ശേഷം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ നൈറ്റ് ക്രേവിങ്സും ഒരു ഫൺ ഡേ ഒക്കെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.